ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തന്നെയാണ് ഇന്ന് ടേസ്റ്റ് വിത്ത് മൈൻഡിൽ വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പൈനാപ്പിൾ ഉണ്ട്. ഇത് കുറച്ച് നേരത്തെ ഞാൻ പോയി മേടിച്ചോണ്ട് വന്നതാണ്. ബാപ്പുവ. ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ കാഴ്ചക്കാരിയാണ്. ഇന്ന് പ്രീജ പഴനിയാണ് ടേസ്റ്റ് വിത്ത് മൈൻഡിൽ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്, പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ അവളുടെ പുളിശ്ശേരി എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പൈനാപ്പിൾ ഉണ്ടെന്ന്. പൈനാപ്പിൾ ഉണ്ട്. ഇത് മുളക് പൊടിയാണ്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉലുവ പൊടിച്ചത്. ഇത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഒരു മുടി തേങ്ങ ചിരകിയത്. പിന്നെ തൈര്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നല്ല ഫ്രഷ് തൈരാണ്. കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ആ പുളിപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും മുളകും ചുവന്നുള്ളിയും അത്രയും മതി. ഇനി നമുക്കിത് പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്ത്, നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരു ഇച്ചിരി ജീരകം കൂടിയിട്ട് അരച്ചെടുക്കണം. ശരി. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കത് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല ഫ്രഷ് പൈനാപ്പിൾ ആണല്ലോ കട്ട് ചെയ്യുന്നത്. ഇപ്പൊ പോയി മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ. മാർക്കറ്റിൽ പോയി ഇപ്പൊ പോയി മേടിച്ച് കൊണ്ടുവന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്ത് ഫ്രഷ് ആക്കി എടുക്കാം. ഈ ഭാഗമൊക്കെ കളയണം അല്ലേ? ഇതെല്ലാം പീസ് തരുമോ? പിന്നെ തരാലോ, അതിനെന്താ. ഇത് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ട് തരാട്ടാ. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുവാണ്. നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തരട്ടെ ഒരെണ്ണം? തന്നോ, ഞാൻ കഴിക്കും. ഓക്കെ, നിനക്ക് വേണോ? നല്ല മധുരം ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. സാധാരണ എരിവുള്ള മുളക് പൊടി. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട്. ഒരു സ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ പച്ചമുളകിന്റെ ദേഹത്തൊരു പൊറൽ പോലും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് പൊറലൊക്കെ ഏറ്റിട്ടുണ്ട്. പച്ചമുളക് നല്ല വൃത്തിക്ക് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പരാതിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ഒരു കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ, ഒരു തണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് വെന്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ അല്ലേ? വെന്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടിക്കോളും. നമ്മൾ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ ആയിട്ടുണ്ട്. തേങ്ങയും ജീരകം കൂടി അരച്ചത് ഒഴിക്കാൻ പോവുകയാണ്. തേങ്ങയും തൈരൊക്കെ ഒഴിക്കുമ്പോൾ തീ സിമ്മിൽ വെക്കണേ. ഇല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങുമല്ലോ. ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം തേങ്ങയുടെയും ജീരകത്തിന്റെ ഒരു മണം ഉണ്ടാവുമല്ലോ, ഒരു പച്ചപ്പ മണം. അതൊന്ന് മാറണ വരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിനി തൈരൊന്ന് അടിച്ചെടുക്കുക. നല്ല കട്ട തൈരാണ്. ഈ തൈരിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. കട്ടയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അടിച്ച് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമണമൊക്കെ മാറി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചൂടാക്കി എടുത്താൽ മതി.
വളരെ ഈസി ആയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു കറി അല്ലേ? ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട, അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്താ വെച്ചാൽ തൈരാണല്ലോ, തൈര് ആർക്കും ഇഷ്ടമില്ലാത്തുണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടം. പിന്നെ പൈനാപ്പിളിന്റെ ഒരു നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് പുളിപ്പ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ആ പുളിപ്പൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടണ്ടേ. നല്ല വെയിൽ വരാൻ തുടങ്ങി. ശരിയാ, നിഴല് വരുന്നുണ്ട്. ഇത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. തൈരൊക്കെ ഇട്ട് നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇറക്കുവാണ്. നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാൻ പോവാണ്. നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണത്. 1 സ്പൂണ്. ഞാൻ അളന്നൊന്നുമില്ല, കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് ഇടാം കേട്ടോ. കടുക് ഇടുവാണ്. അതെന്താന്ന് വെച്ചാൽ ചെറിയ പാത്രമല്ലേ, അപ്പൊ അത് മുഖത്തോട്ട് തെറിക്കൂലേ. ഇനി നമ്മള് ചുവന്നുള്ളി ഇടുകയാണ്. അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചുവന്നുള്ളി ഇട്ടു. ഇനി അത് ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കാം. മുളക് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി എണ്ണയിലിട്ട് മൂപ്പിച്ചിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കറിക്ക്. ഒരു കളറും നല്ല ഭംഗിയുള്ള കളറും കിട്ടും. അതെ, ഞാനും ഇങ്ങനെ ചില കറികൾക്കൊക്കെ ചെയ്യാറുണ്ട്. ആണോ? ഇത് അങ്ങനെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വരൂ ടേസ്റ്റ് ചെയ്യൂ. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? എന്തെങ്കിലും കുറവുണ്ടോ? ഉപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യണോ? ഉപ്പിടണം. ഓക്കെ, ഒരു ചെറിയ സ്പൂൺ ഉപ്പിടുന്നുണ്ട്. മതി. എനിക്കും കൂടെ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരുമായിരുന്നു. സൂപ്പർ, അടിപൊളിയായിട്ടാ. ഓക്കെ, അടിപൊളി. മധുരവും ചേരും അതൊക്കെ ആയിട്ട് പുളിപ്പും മധുരം എല്ലാം കറക്റ്റായി ചേർന്നല്ലേ. സൂപ്പർ. ഓക്കെ, തൈരിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ അത് വീട്ടിലുണ്ടാക്കിയ തൈരല്ലേ, അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാ. നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.